ുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുന്നു. ഞാനൊരു വീഡിയോ ഇവിടെ വെക്കാം. കോൺഗ്രസ് നീക്കത്തിൽ കോൺഗ്രസിന് സംശയങ്ങൾ ബാക്കി. എത്തിക്സ് കമ്മിറ്റി ഒന്നുമല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. സർക്കാരിന്റെ ഭാഗത്തുനിന്നും നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സമാന കേസുകളിൽ നേരത്തെ അറസ്റ്റിലായ മറ്റ് MLA-മാരുടെ കാര്യമടക്കം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്ത്യയിലും നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് ഭരണപക്ഷ MLA ആയാലും പ്രതിപക്ഷ MLA ആരായാലും എല്ലാവർക്കും ഒരേ നിയമമാണ് ഇതാണ് പറയുന്നത്. ഓക്കെ, പുറത്താക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക അല്ലേ? എന്ത് പരിപാടിയാണിത്? പുറത്താക്കിയതിനു സപ്പോർട്ട് ചെയ്യുക. കോൺഗ്രസ് എല്ലാ നേതാക്കന്മാരും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100% ഞാൻ പറയില്ല കേട്ടോ, നല്ലവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, അതും പറയണമല്ലോ. ഈ പുറത്താക്കിയത് കൊണ്ട് മാത്രം കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചത് ഏത് സീറ്റിലാണ്? കോൺഗ്രസിന്റെ സീറ്റിലല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്തത് ഏത് ചിഹ്നത്തിലാണ്? കൈപ്പത്തി ചിഹ്നത്തിലല്ലേ? അതിന്റെ ഉത്തരവാദിത്വം ഈ പാർട്ടിക്കില്ലേ? ഇറങ്ങി പോവാൻ പറയണ്ടേ? ഇറക്കി വിടണ്ടേ? ഇത്രയും കേസിൽ പെട്ടിട്ട് ഇത്രയും നാറിയൊരു വ്യക്തിനെ, സമൂഹത്തിന് ഇത്രയും ഞാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പദവിയിലേക്ക് വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നും അല്ലാഞ്ഞിട്ട് കൂടിയിട്ടും ഒരുപാട് യുവ അല്ലെങ്കിൽ വളർന്നു വരുന്ന നേതാക്കൾക്ക്, പ്രവർത്തകർക്ക്, അത് ഏത് പാർട്ടിയിലുള്ള പ്രവർത്തകരായിക്കോട്ടെ, പ്രചോദനമാകേണ്ട, രാഷ്ട്രീയത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് പ്രചോദനമാകേണ്ട ഒരു വ്യക്തി, അങ്ങനെ കണ്ടിരുന്നൊരു വ്യക്തി ഈ രീതിയിൽ കോഴിത്തരം കാട്ടി, ചെറ്റത്തരം കാട്ടി നടക്കുന്നൊരു വ്യക്തിയായി മാറിയിട്ട് ഇന്നും അദ്ദേഹം ഒരു നിയമസഭാ സീറ്റിൽ, ഒരു പാലക്കാട് MLA ആയിട്ട് ഇന്നും നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുമ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? കോൺഗ്രസിന് അദ്ദേഹത്തെ പുറത്താക്കിയത് കൊണ്ടൊന്നും ഒഴിയാൻ പറ്റില്ല സാർ. അദ്ദേഹം ഒന്നല്ലെങ്കിൽ അദ്ദേഹം മത്സരിച്ചത് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തിയാണെങ്കിൽ ഓക്കെ. അല്ല, അദ്ദേഹം ജയിച്ചത് ഇപ്പോഴും പാലക്കാട് MLA ആണെങ്കിൽ പാലക്കാട് ജനങ്ങൾ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്, കൈപ്പത്തി ചിഹ്നത്തിനാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും MLA ആയിട്ട് തുടരുകയാണ്.